ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ കയ്പ്പൻ വറുത്തരച്ച കറിയാണ് വെക്കണം. ഇതിനാവശ്യമുള്ള സാധനം കയ്പ്പ, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ തേങ്ങ വറുക്കാൻ തേങ്ങ, പച്ചമുളക്, കരിവേപ്പ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇതിലേക്ക് കുറച്ച് പെരുംജീരകവും ഉലുവി. അങ്ങനെയുള്ളൊരു കറിയാണ്. കയ്പ്പയ്ക്ക് പുളിയുണ്ട്, പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. പുളി ഇത്ര പുളിയുണ്ട്. പുളി പിഴിഞ്ഞാണ്ട് ആദ്യം പുളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിക്കുക. ഒറ്റപ്പടി കയ്പ്പുണ്ടാവില്ല, കയ്പ്പില്ലാത്ത കറി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ കയ്പ്പ പുളിയിൻ്റെ വെള്ളത്തിൽ വെക്കാൻ തക്കാളി, ഉള്ളി, പച്ചമുളകും ഒക്കെ മുറിച്ച് നല്ല ഞൊണ്ടി നോക്കിയിട്ട് തക്കാളി നല്ല ഞൊണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുക. പുളി പിഴിയണം. ഇത് കയ്യിൽ കാണുന്നു. ആദ്യം പുളിൻ്റെ വെള്ളത്തിൽ നല്ല വേവിച്ചാൽ കഴിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇനി ഉപ്പ് ഇട്ടിട്ട് നല്ല അത് ഞെവുണ്ട്. തക്കാളി എല്ലാം ഞെണ്ടി ഇതാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്ത് ഇനി നല്ലോണം തളിച്ചിട്ട് അതിലേക്ക് കയ്പ്പടുക. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ എന്തെല്ലാം ദുരിതങ്ങളാണ് മഴക്കാലത്തുള്ളത്. മഴ എന്തോരം മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ മരിച്ച് എപ്പോഴും കുടുങ്ങിക്കിടക്കണം. തേങ്ങ വറുക്കാൻ തേങ്ങ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ പെരുംജീരം ഇട്ടിക്കണം, ഉലുവ ഇട്ടിക്കണം. ഇത് അടുപ്പത്തേക്ക് ഇത് ചെയ്യുക. ഇത് വറുക്കുക.
കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടിട്ടത് നല്ല ഈ കറിയിൽ കുറച്ച് ഉള്ളും കൂടി ഇടണം. ഉള്ളു വറ്റിട്ടില്ല, വറ്റി കുറച്ച് ഇടണം. അങ്ങനെ പുളി തിളച്ച് ഇനി ഇതിലേക്ക് കയ്പ്പടയക്കാം. ഇനി കയ്പ്പ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുള്ളൂ, അല്ലാഞ്ഞാൽ കയ്പ്പ വേഗം കഴിക്കും. അങ്ങനെ ഗ്യാസ് ഓഫാക്കി തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ തേങ്ങൻ്റെ വറവൊക്കെ കഴിഞ്ഞ് ഈ കറിയായിട്ട് കടിച്ച് കാണാം. അങ്ങനെ നമ്മളെ കയ്പ്പ വെന്തിക്കണേ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളകും പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, നല്ല ഇളക്കി. അപ്പോൾ കയ്പ്പല്ല വെന്തിട്ടുണ്ട്. അതിലേക്കുള്ള തേങ്ങ വറുത്തിട്ട് വേണം അരയ്ക്കാൻ. മണി മിക്സിയിലിട്ടത് അടിക്കട്ടെ, എന്നിട്ട് ബാക്കിയതൊക്കെ ഒന്ന് അടിച്ചു കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്പ്പക്കറി റെഡിയായി. തേങ്ങ വല്ലാതെ ഇതായിട്ടില്ല, എന്താണെന്നറിയാം. ആ ഫ്രൈ പാനിലായ കാരണം വല്ലാതെ ചോന്നിട്ടില്ല. മറ്റേ പാത്രത്തിലാണെങ്കിൽ ചോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ കറി റെഡിയായി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് നല്ല രസമുണ്ട്. അതിനൊന്ന് വറവും കൂടി ഇടണം.